നമസ്കാരം. നമ്മുടെ കുണുവാവേനെ രാവിലെ തന്നെ പോലീസ് പൊക്കിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും കേട്ടോ. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ കേരള പോലീസ് ഇന്ന് അതിരാവിലെ തന്നെ വീട്ടിൽ പോയി പൊക്കിയിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ നിന്നിരുന്ന് ചങ്കത്തടിച്ച് മോങ്ങുകയാണ് ചില യൂത്തന്മാരും കോൺഗ്രസ്സുകാരുമൊക്കെ. എന്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കിയത്? നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും വിഷയത്തിൽ ഇടപെട്ട് സമരം നടത്തിയതിന്റെ പേരിലാണോ? അല്ല. അതായത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന 140 മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നവകേരള സദസ്സിന്റെ വാഹനം വരികയാണ്. മന്ത്രിമാരൊക്കെ ഇതാ സഞ്ചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ചെന്ന് ഈ വാഹനം അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഷൂ വലിച്ചെറിയുന്നു. അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഓപ്പറേഷൻ നടത്തുന്നു. അത് നടപ്പിലാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അതിനെ പോലീസ് പ്രതിരോധിക്കുന്നു. അത്തരം അക്രമികളെ പോലീസ് പിടിച്ച് അകത്തിടുന്നു. ശേഷം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെയൊക്കെ പോലീസ് വലിയ രീതിയിൽ ആക്രമിക്കുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ്. ആ മാർച്ചിൽ നമ്മൾ എന്താണ് കണ്ടത്? തലസ്ഥാന നഗരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഘർഷത്തിനാണ് അന്ന് സത്യത്തിൽ വേദി ഒരുങ്ങിയത്. രക്തത്തിൽ കുളിപ്പിച്ച് കിടത്തി തലസ്ഥാനത്തെ എന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നും പറയാനില്ല. വടിയും മാരകായുധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് അവിടെ കയറി ചെന്ന് പോലീസുകാരെയൊക്കെ മർദ്ദിച്ച് ചോര തുപ്പിച്ചു. പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു. കൂടാതെ വീണ്ടും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്ത VD സതീശനൊക്കെ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു സീനിയർ ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് നടത്തിയത്. അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. അവരുടെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ, അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. തിരിച്ചടിക്കണം എന്നൊക്കെയാണ് VD സതീശനൊക്കെ പറഞ്ഞത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കുകയായിരുന്നു VD സതീശനൊക്കെ. അത് കേട്ട് രാഹുൽ മാങ്കൂട്ടവും അവിടെ കൂടി നിന്ന ചില അക്രമവാസനയുള്ള ചില ആളുകളും അവിടെ അടിച്ച് തകർത്ത് മൊത്തത്തിൽ തലസ്ഥാന നഗരിയുടെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ചു. ശേഷം ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പാകത്തിന് എന്ത് തെറ്റാ ചെയ്തതെന്ന്. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ലത്രേ. രാഹുൽ മാങ്കൂട്ടം പാവമാണത്രേ. രാഹുൽ മാങ്കൂട്ടം ഒന്നും ചെയ്തില്ലത്രേ. ഏത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കലാപാഹ്വാനം നടത്തിയെന്നും അതുപോലെ തന്നെ അക്രമം അഴിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതി VD സതീശനാണ്, 2-ാം പ്രതി ഷാഫി പറമ്പിലാണ്, 3-ാം പ്രതിയും 4-ാം പ്രതിയും വിൻസെന്റ് MLA ഈ രാഹുൽ മാങ്കൂട്ടം ഒക്കെയാണ്. അപ്പൊ എന്തിനാണ് ഇവർ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു മറയുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. 4-ാം പ്രതിയെ പോലീസ് പൊക്കി. ഇനി പൊതുവെ 2-3 പ്രതികളെയൊക്കെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള പോലീസ് പോലെ ഒന്നുമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ പിടിച്ച് അകത്തിടും എന്ന കാര്യം നന്നായിട്ട് VD സതീശൻ സംഘത്തിന് പറയാം. അപ്പൊ കിടന്നതാ ഉരുണ്ടു മറയുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ പോലീസ് പിടിച്ചിരുന്നു. അന്നൊന്നും ഇത്തരത്തിലുള്ള നിലവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ നേതാക്കന്മാരും രംഗത്തേക്ക് വരികയാണ്. അതായത് പ്രതി ചേർത്തിട്ടുള്ള നേതാക്കന്മാരൊക്കെ രംഗത്തേക്ക് വന്ന് നിന്നിരുന്ന് തള്ളുകയാണ്. രാവിലെ ഷാഫി പറമ്പിലൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നടത്തിയ ചില ഗീർവാണങ്ങൾ കേട്ടപ്പോൾ ചിരി വന്നുപോയി. അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല, അയാൾ തീവ്രവാദിയല്ല, അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയവനല്ല. അവിടെ വീടിൻ്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല. അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട മാപ്രകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തി ഒരു കുത്തിത്തിരിപ്പ് വാർത്ത സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി പോലീസ് എന്തോ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയതാണ്. പക്ഷേ ഏറ്റില്ല. അമ്മയുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് പോലീസ് വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പറഞ്ഞു, പ്രത്യേകിച്ച് ഇവിടെ അവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, ഒരു പ്രകോപനമൊന്നും ഉണ്ടാകാത്ത രീതിയിലൊക്കെ അവർ ശ്രമം നടത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ചില നേതാക്കന്മാരൊക്കെ പറയുകയാണ്, വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നതിന് എന്തിന് വലിയ പ്രകോപനം ഉണ്ടാക്കുന്നു? ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു ഹീറോ പരിവേഷം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോകാനായിട്ട് 4 പേര് തന്നെ ധാരാളോടെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വലിയൊരു പോലീസ് സന്നാഹവുമായിട്ടല്ല പോലീസ് അങ്ങോട്ട് ചെന്നത്. 4, 3, 7 പോലീസുകാരാണ് അങ്ങോട്ട് ചെന്നത്. കാരണം അത്രയൊക്കെ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം എന്ന് അവർക്കറിയാം. നേരെ ചെന്ന് പോലീസ് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി
ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നവകേരള സദസ് വമ്പൻ ഹിറ്റായപ്പോൾ അതിന്റെ സമാപന ചടങ്ങിൽ UDFന് അന്ത്യകൂദാശ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ അന്നേ തീർന്നതാണ് കോൺഗ്രസ്. ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനെതിരായി എന്ന് മനസ്സിലായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് നന്നായെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നെ ഇത്തിരി മുതലക്കണ്ണുനീരൊക്കെ ഒഴുക്കി ഒന്ന് ന്യായീകരിച്ച് ഇത്തിരി ക്ലീൻ ഇമേജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് ഷാഫി പറമ്പിലൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ആളെ അല്ല എന്നൊക്കെ രീതിയിലൊക്കെ നിന്ന് മോങ്ങുന്നുണ്ട്. ആരാണ് ഈ ഷാഫി പറമ്പിൽ? ഈ സമാനമായ കേസിലെ മറ്റൊരു പ്രതിയാണ്. പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനമാണ്. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിൻ്റെ അമ്മയോട് ഉൾപ്പെടെ പറയുന്നുണ്ട്, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നവഗുണ്ട സദസ്സിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട്. അത് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രാവിലെ വീട് വളയുക, എന്നിട്ട് വീടിൻ്റെ ജനലിലും വാതിലിലും കൊട്ടുക, എന്നിട്ട് വാതിൽ പിന്നെ അമ്മ തുറക്കുമ്പോൾ പോലീസുകാർ വീടിനകത്തേക്ക് കയറുക. രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലാണെന്ന് പറയുക. ബെഡ്റൂമിൻ്റെ വാതിൽ പോലീസുകാരനാണ് വീട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്ക് ചെയ്ത്. അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല, അയാൾ തീവ്രവാദിയല്ല, അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയവനല്ല. അവിടെ വീടിൻ്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടതാണ്, പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട്, ജനങ്ങളെ കണ്ട്, വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ, സഹപ്രവർത്തകർ 18-ലധികം ദിവസമായിട്ട് അവർ ജയിലിലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട്. രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക്, അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ആർഷോ മോഡൽ പോലീസിൻ്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല, പോലീസിൻ്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല. വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിൻ്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. കരയിലെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ SFI പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിൻ്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, വീട്ടിൽ കയറി വന്ന് ഈ പോക്കൃത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയോ ആവുമായിരുന്നല്ലോ. ഇനി മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ? പോയില്ലല്ലോ. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ. ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോൾ ചെന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്ക് ആളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ അസ്വസ്ഥത കൊണ്ടാണ്. നവഗുണ്ട സദസ്സ് പൊളിഞ്ഞതിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. പോലീസ് തന്നെ പറയുന്നു മേലെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി, ജനാധിപത്യപരമായി ഇതിനെ നേരിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു. അവർ തീരുമാനിക്കുന്നത് 14 ജില്ലകളിലും 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കാലത്ത് തന്നെ പ്രതിഷേധം ആരംഭിക്കും. ഈ അറസ്റ്റ് നാടകം, ഈ വീട് വളഞ്ഞു വെച്ച് കാണിച്ച ഈ പോക്കൃത്തരം അതൊരിക്കലും അംഗീകരിക്കുകയില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവൻ എത്ര വലിയ കൊല കൊമ്പനായാലും, എത്ര ചെറിയ നീർക്കോലി ആയാലും പോലീസിന്റെ കണ്ണിൽ അവർ പ്രതികളാണ്. അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല കേട്ടോ. ദേ ഇങ്ങനെ വന്ന് നേരെ പൊക്കി അകത്തേക്ക് ഇടും, അത്രയേ ഉള്ളൂ. അതാണ് പിണറായി പോലീസ്. അതൊക്കെ കാണുമ്പോൾ ചില ഷോഫിക്കാർമാർക്കൊക്കെ കുരു പൊട്ടും. അത് സ്വാഭാവികമാണ്. എന്തായാലും ഷോഫിക്കും വിൻസെന്റും നമ്മുടെ സതീശനും ഒക്കെ ഇനി ഒന്നിച്ചിരുന്നൊരു നിലവിളി ഉടനെ പ്രതീക്ഷിക്കാം. കാരണം അവർക്കറിയാം ഇത് നമ്മുടെ ഉമ്മൻചാണ്ടി പോലീസല്ല, പിണറായി പോലീസാണെന്ന്.